വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്താകണം? ഇത്തവണ ഈ മുദ്രാവാക്യം തെരഞ്ഞെടുക്കുക ഏതെങ്കിലും നേതാക്കളോ പരസ്യ ഏജൻസിയോ ആവില്ല. മറിച്ച് ഇതിനുള്ള അവസരം പ്രവർത്തകർക്ക് നൽകണം എന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണിതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 15 ലക്ഷം പാർട്ടി പ്രവർത്തകരിൽ നിന്നാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സ്വീകരിക്കുന്നത്. മുദ്രാവാക്യങ്ങൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ പാർട്ടികളെ മുൻപിലെത്തിക്കാറുണ്ട്. 1971 കോൺഗ്രസിന്റെ ഗരീബി ഹട്ടാവോ, 2014 BJPയുടെ അച്ഛേ ദിൻ ആനെ വാലാ ഹേ എന്നിവയൊക്കെ ഇതിനുദാഹരണമാണ്. കോൺഗ്രസ് പബ്ലിസിറ്റി തലവൻ പവൻ ഖേര നിരവധി പരസ്യ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പ്രവർത്തകർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. 393 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള 2,46,000 ബൂത്തുകളിൽ നിന്നുള്ള 15 ലക്ഷം പ്രവർത്തകരിൽ നിന്നാണ് അഭിപ്രായം തേടുക. പ്രവീൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഡേറ്റ അനലിറ്റിക്സ് വകുപ്പ് ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ വരെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഫലം കൗതുകകരമാണ്. സാമ്പത്തികം, തൊഴിൽ, കർഷക പ്രശ്നങ്ങൾ എന്നിവയാണ് മുന്നിൽ. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ചക്രവർത്തി പറഞ്ഞു. നിങ്ങളോടൊപ്പം പുതിയുഗ പിറവി, പുതിയ ദിശ തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ പ്രവർത്തകരിൽ നിന്ന് വരുന്നുണ്ട്. ഇതിൽ 6800 നിർദ്ദേശങ്ങൾ ഡേറ്റ ടീം പ്രത്യേകമായി പരിഗണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 10-12 മുദ്രാവാക്യങ്ങളുടെ പട്ടികയുണ്ടാക്കും. പബ്ലിസിറ്റി പാനൽ യോഗം ചേർന്ന് ഏത് വേണമെന്ന് തീരുമാനിക്കും. പ്രവർത്തകരും പാർട്ടി ആസ്ഥാനവും തമ്മിലുള്ള ആശയവിനിമയത്തിനാണ് ഊന്നൽ. കോൺഗ്രസിന് വലിയ അടിത്തറയില്ലാത്ത തമിഴ്നാട്ടിൽ നിന്ന് പോലും 55,000 പേർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. ചക്രവർത്തി വ്യക്തമാക്കി. 15 ലക്ഷം പേരുടെ വാട്സാപ്പിലേക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് സന്ദേശം പോയി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്താകണം? 6-7 വാക്കുകളിൽ ഒരു മുദ്രാവാക്യം എഴുതി അയക്കുക. ഇതിൽ മികച്ച മുദ്രാവാക്യം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാകും. സന്ദേശം അറിയിക്കുന്നു. ദേശീയ തലത്തിലെ മുദ്രാവാക്യത്തോടൊപ്പം സംസ്ഥാന തലത്തിലും പ്രത്യേക മുദ്രാവാക്യവും പരിഗണനയിലുണ്ട്.